రసమైనా മൈനെ, എന്താ നടന്നെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. അർജുനേട്ടന് അറിയാമായിരുന്നോ ആ വന്ന ആൾക്കാരെ? ഇല്ല. പക്ഷേ അവർക്ക് അർജുനേട്ടൻ അറിയാമായിരുന്നു. ഈ ആറ്റിറ്റ്യൂഡാ തെറ്റ്. ഞാൻ കുടുംബം ഇട്ടെറിഞ്ഞു പോകുന്നത് എന്റെ സമാധാനത്തിനു വേണ്ടിയാ. മക്കളെയെല്ലാം ഒരു കരക്കെത്തിച്ച ശേഷം അവരെ അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് പുറത്തിയാടി. 2 മാസം കൂടി കഴിഞ്ഞ പോലീസ് കുപ്പായം കൂടി അഴിച്ചു വയ്ക്കാം. സുഖം സ്വസ്ഥം. നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ആറ്റിറ്റ്യൂഡ്. യെസ്, ആറ്റിറ്റ്യൂഡ്. അതൊരിക്കലും മാഗ്നറ്റിക് ആവരുത്. പല വഴിക്ക് പിരിഞ്ഞാലും ഒരിടത്തൊത്തുകൂടുന്ന നദിയുടെ ഒഴുക്കായിരിക്കണം ജീവിതം. ഇപ്പോൾ തകരുമെന്ന് ഹരിക്ക് തോന്നുന്ന ബന്ധങ്ങൾ തകരില്ല ഹരി. തകരാൻ സമ്മതിക്കില്ലെന്ന് ഒരാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി നോക്ക്. വഴി താനേ തെളിഞ്ഞു വരും. ഹരി കുടുംബത്തിൽ നിന്ന് ലോകത്തെ നോക്കി കാണുകയാ. മറിച്ച് ഈ ലോകത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടിട്ട് കുടുംബത്തിലേക്ക് നോക്ക്. ഏത് പ്രശ്നവും സോൾവ് ആവും. അധികം പേരും പെണ്ണിനും പണത്തിനും മദ്യത്തിനും ഒക്കെ പുറകെ പോകുന്നത് മനസമാധാനത്തിന് വേണ്ടിയാ. എങ്ങുനിന്നും കിട്ടാത്ത ഒരു സാധനം അത്. നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാ സമാധാനം. അതിനുള്ള അറ്റ്മോസ്ഫിയർ നീ തന്നെ കണ്ടെത്തും. എന്റെ സങ്കടം കൊണ്ട് പറയുന്നതാ സിദ്ധു. അർജുനനെയും അവളെ രക്ഷപ്പെടുത്താൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടതാന്നറിയോ? ഇവിടെ കൊണ്ടുവരാൻ ആദ്യം ഗൗരിയേച്ചി സമ്മതിച്ചില്ല. പിന്നെ പിറകെ നടന്ന് പറഞ്ഞു സമ്മതിപ്പിച്ചതാ. എന്നിട്ടിപ്പോ കുടുംബത്തിന് പേരുദോഷം വരുത്തി വെച്ചിട്ട് പോയി. സംഭവിച്ചു പോയില്ലേ? ഇനി അതൊന്നും മനസ്സിൽ വെക്കരുത്. മനസ്സിന്ന് കളഞ്ഞാലും എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വെറുത്തുപോയി ഞാൻ. അപ്പോ മൈനിയോ? നിന്റെ ആരാ മൈന? എന്നെ ആരുമല്ല. പറ, നിന്റെ ആരാ മൈന? എന്നെ ആരുമല്ല. ആരുമല്ലേ? എന്റെ വീട്ടിൽ നീ വന്ന് കയറിയ ഞാൻ സഹിച്ചു. എന്റെ അനിയത്തിയുടെ കൂടെ മുറിയിൽ ഒളിച്ച് താമസിച്ചത് സഹിച്ചു. അതൊക്കെ എന്റെ അനിയത്തിക്കുണ്ടാകുന്ന മാനക്കേട് ഭയന്നിട്ടാ. അവസാനം അവളെ കെട്ടിച്ച് തന്നു ഞാൻ നിനക്ക്. പകരം നീ എന്നോട് ചെയ്തതെന്താ? പറ, നീ എന്നോട് ചെയ്തതെന്താ? എന്താ? എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്തേ? എനിക്ക് വേണമെങ്കിൽ ഞാൻ കഴിക്കും, നിർബന്ധിക്കണ്ട. അതെങ്ങനെ പറയും? എനിക്ക് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം, അതാ വേണ്ടത്. പട്ടും പൊന്നും പുതിയതൊന്നും വേണ്ട എന്റെ മോൾക്ക്.
ഒരുത്തിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്ന അഭിനയം കാണുമ്പോ വെറുപ്പ് കൂടുക എനിക്ക് നിങ്ങളോട്.